നമ്മുടെ തുഗ്ലക് ജിക്ക് ഇടയ്ക്കിടെ ഓരോ ബുദ്ധിദീപങ്ങൾ തെളിയാറുണ്ടല്ലോ. അത്തരത്തിലൊന്നായിരുന്നു ഈ ഹിമാലയൻ പര്യവേഷണം. ചൈനയെ ഒന്ന് വിരട്ടണം, കൂടെ ഹിമാലയൻ മലനിരകളിലെ ആ കുമയൂൺ പ്രദേശം കൂടെ അങ്ങ് പിടിച്ചെടുക്കണം. ഇതായിരുന്നു പ്ലാൻ. ലക്ഷ്യം തെറ്റില്ലെന്നുറപ്പിക്കാൻ 3 ലക്ഷത്തിലധികം സൈനികരെയാണ് പുള്ളി മല കയറാൻ വിട്ടത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം. കുന്നിൻ മുകളിലെ കൊടും തണുപ്പിനെപ്പറ്റിയോ മഞ്ഞുവീഴ്ചയെപ്പറ്റിയോ മരുന്നിന് പോലും ആരും ചിന്തിച്ചില്ല. പാവം സൈനികർ മല കയറി ചെന്നപ്പോൾ അവിടെ കാത്തിരുന്നത് ശത്രുക്കളേക്കാൾ വലിയ വില്ലനായ കാലാവസ്ഥയായിരുന്നു. കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വന്നതോടെ സൈന്യത്തിന്റെ വഴി തെറ്റി. പകുതി പേർ മലയിടുക്കുകളിൽ വീണു, ബാക്കിയുള്ളവർക്ക് വല്ലാത്തൊരു പനി പിടിച്ചു. ഇതിനിടയിൽ തക്കം നോക്കി നിന്ന മലയോര നിവാസികൾ കൂറ്റൻ പാറക്കല്ലുകൾ മുകളിൽ നിന്ന് ഉരുട്ടിവിട്ട് സൈന്യത്തെ ശരിക്കും പഞ്ഞിക്കിട്ടു. ചരിത്രകാരന്മാർ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ പോയ ആ വമ്പൻ സൈന്യത്തിൽ നിന്ന് വെറും 10-12 പേർ മാത്രമാണ് അവസാനം ജീവനോടെ തിരിച്ചെത്തിയതെന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വമ്പൻ മാസ് എൻട്രിക്ക് പ്ലാൻ ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് 10-ാം ദിവസം തിരിച്ചെത്തിയ അവസ്ഥയായി തുഗ്ലക് ജിയുടേത്. അപ്പോൾ തുഗ്ലക്കിന്റെ ഈ ഹിമാലയൻ ട്രാജഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ചരിത്രത്തിലെ രസകരമായ കഥകളും മിസ്റ്ററികളും ഇനിയും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.